എറണാകുളത്തുള്ള CPM-ന്റെ വനിതാ നേതാവിനെതിരെ വലിയ രീതിയിലുള്ള സൈബർ ആക്രമണമാണ് നടക്കുന്നത്. അതിനെതിരെ അവർ ഇപ്പോൾ പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. രാഹുൽ മാങ്കൂട്ടത്തെ രക്ഷപ്പെടുത്താനുള്ള ഒരു തന്ത്രമാണോ കോൺഗ്രസ് നടപ്പിലാക്കുന്നത്? അവരും അവരുടെ കുടുംബവും കോൺഗ്രസിനും പ്രതിപക്ഷ നേതാവിനുമെതിരെയാണ് രംഗത്തെത്തിയിരിക്കുന്നത്. അത് കോൺഗ്രസ് അതിൻ്റെ സംസ്കാരം ഇപ്പോൾ ആ തരത്തിലാക്കി തീർത്തിട്ടുണ്ടല്ലോ. ഇപ്പോഴാണ് മനസ്സിലാവുന്നത്. ഇപ്പം ഷൈൻ ടീച്ചർ തന്നെ പറയേണ്ടി വന്നു. ആ ഗുരുവന്ദനത്തോടു കൂടി ഞാൻ പറയുകയാണ്. എന്നേക്കാൾ വളരെ പ്രായം കുറഞ്ഞ ടീച്ചറാണെങ്കിലും ഗുരുവാണല്ലോ. ഗുരു എന്ന് പറയുന്നത് എന്നേക്കാളും വലിയൊരു ആ ടീച്ചറോട് ഷൈൻ ടീച്ചർ ആ ഗുരുവന്ദനത്തോടു കൂടി എല്ലാ ബഹുമാനങ്ങളോടും കൂടി പറയുകയാണ്. ഷൈൻ ടീച്ചറുടെ പേരൊന്നും നമ്മൾ പറഞ്ഞിട്ടില്ല, ഇതുവരെ പറഞ്ഞിട്ടില്ല, വാർത്തകൾ വന്നു കണ്ടിട്ടും. കോൺഗ്രസിൻ്റെ സംസ്കാരം ഇതാണ് ടീച്ചറെ. ടീച്ചർ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇതേ പരിപാടി തന്നെയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ രാഹുൽ ഗാന്ധി കഴിഞ്ഞ 2 പ്രസൻറ്റേഷനുകളായിട്ട് അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് ആറ്റം ബോംബാണ്, ഇത് ഹൈഡ്രജൻ ബോംബാണെന്ന് പറഞ്ഞു. ഷൈൻ ടീച്ചർക്കൊക്കെ മനസ്സിലാവുമോ നല്ല പോലെ. കാരണം യാതൊരു അടിസ്ഥാനവും ഇല്ലാത്ത ആരോപണങ്ങളാണ് ഇയാൾ ഉന്നയിക്കുന്നത്. ഇങ്ങനെയൊക്കെ സാധിക്കുകയുണ്ടായിരുന്നെങ്കിൽ പാർട്ടികൾ തന്നെ ഓരോ വോട്ടേഴ്സ് പട്ടികയും മാറ്റി പുതുക്കിക്കൊണ്ട് അവരുടെ വിജയം ഉറപ്പാക്കുകയില്ലേ, അതിനുവേണ്ടി മത്സരിക്കുകയില്ലായിരുന്നു. ആരെയാണ് ഇദ്ദേഹം വിഡ്ഢികളാക്കുക? എന്തായാലും കേരളത്തിലെ ജനങ്ങളെ വിഡ്ഢികളാക്കാൻ പറ്റില്ല. അരിയാഹാരം കഴിക്കുന്ന കേരളത്തിലെ ജനങ്ങളെ വിഡ്ഢിയാക്കാനൊന്നും പറ്റില്ല അദ്ദേഹത്തിന് എന്നുള്ള അദ്ദേഹം മനസ്സിലാക്കിക്കൊള്ളട്ടെ. ഇനിയും വരും, പുലി വരുന്നേ എന്നുള്ളത്. ഒടുവിൽ ഒരു പുലി അദ്ദേഹത്തിനെ ഫിനിഷ് ചെയ്യുക തന്നെയായിരിക്കും. ആ പുലി എന്ന് പറയുന്നത് നരേന്ദ്രമോദി തന്നെയായിരിക്കും. അത് തെരഞ്ഞെടുപ്പിൻ്റെ മാന്യമായ രീതിയിലുള്ള, കള്ളം പറയാതെയുള്ള സത്യസന്ധമായ ധർമ്മയുദ്ധത്തിലൂടെ ആയിരിക്കും. ടീച്ചർ അതിനോട് വിയോജിച്ചാലും ഇല്ലെങ്കിലും ടീച്ചറെ പറ്റി സൂചിപ്പിച്ചുകൊണ്ടുള്ള ഈ വാർത്തകളൊക്കെ അച്ചടിച്ചു വന്നത് വലിയൊരു ആസൂത്രണത്തിൻ്റെ ഭാഗമായി വന്നിരുന്നു. അപ്പം ഞങ്ങളിതിനെ വലിയ കാര്യമായിട്ടൊന്നും എടുത്തില്ല. അതിനെ ടീച്ചർക്കെതിരെ ഇത് എന്തെങ്കിലും ഒരു സദാചാര പോലീസിൻ്റെ റോൾ ഞങ്ങൾ എടുത്തില്ല. ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കെതിരെ സദാചാര പോലീസിൻ്റെ റോൾ എടുക്കുന്നതിനെതിരെയാണ് ഞങ്ങൾ പ്രതികരിച്ചത്. അതെ, ഇപ്പോൾ കുറച്ച് നാളുകളായി നാം പരിശോധിക്കുകയാണെങ്കിൽ സോളാർ സമരം, സോളാർ കേസ്, സ്വപ്ന സുരേഷ് കേസ്, രാഹുൽ മാങ്കൂട്ടം കേസ് എല്ലാമാണ് നിയമസഭയിൽ ചർച്ച ചെയ്യുന്നത്. ഇപ്പൊ നമ്മുടെ കേരള രാഷ്ട്രീയം പല സംസ്ഥാനങ്ങൾക്കും മാതൃകയായി മാറിയിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. അതെ, നേതാക്കൾ മാറിയിരുന്ന കാലം ഉണ്ടായിരുന്നു. EMS-ഉം AKG-യും അടക്കമുള്ളവർ ഭരിച്ചിരുന്ന ഒരു നാടാണ്. ആ നാട് എന്തുകൊണ്ട് ഇപ്പോൾ വിദ്യാഭ്യാസവും വിവരസാങ്കേതിക വിദ്യയും നാം പുരോഗമിച്ചു, നവോത്ഥാനം നടന്നു എന്നല്ല പറയുന്ന ഘട്ടത്തിലാണ് ഇത്തരം സംഭവങ്ങൾ വരുന്നത്. ഈ മാലിന്യ രാഷ്ട്രീയത്തിലേക്ക് പോയത് എന്തുകൊണ്ടായിരിക്കും? കാരണം ജനറേഷൻ നെക്സ്റ്റ് അതിൻ്റെ ആസ്പിറേഷൻസ് ഒരു കാര്യമാണ്. അതും പഴയ തലമുറയുമായിട്ട് വരുന്ന കോൺഫ്ലിക്റ്റ് മറ്റൊരു പ്രശ്നമാണ്. വലിയ സാമൂഹികമായിട്ടൊരു എഞ്ചിനീയറിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ് സ്വാഭാവികമായിട്ട് തന്നെ. അപ്പോൾ അതിനെക്കുറിച്ച് ആഴത്തിൽ പഠിക്കണം. കേസുകളിൽ പ്രതിയാകുന്നത് ആരും ജെൻസി പിള്ളേരല്ല. രാഹുൽ മാങ്കൂട്ടമായാലും കോൺഗ്രസിന്റെ വിൽസൺ MLA ആയാലും മുകേഷ് ആയാലും എൽദോസ് കുന്നപ്പള്ളി ആയാലും ഈ നേതാക്കൾ മുഴുവൻ മുതിർന്ന നേതാക്കളാണ്. അല്ല, യൂത്ത് ബ്രിഗേഡിന്റെ ആൾക്കാർ, അവര് ജെൻസിയുടെ ആസ്പിറേഷൻസ് ഉള്ളവരാണ്. നമ്മളുടെ വാർദ്ധക്യകാലം എന്ന് പറയുന്നത് പണ്ട് 60 വലിയ ആഘോഷമായിരുന്നു. 60 കടന്നാൽ പിന്നെ ഇപ്പൊ 70 കടഞ്ഞാലും യുവാക്കളായിട്ട് തന്നെയാണ് ആൾക്കാരിരിക്കുന്നത്. അത് വെച്ച് നോക്കുമ്പോൾ ഇവർ യൂത്ത് ബ്രിഗേഡും ജെൻസിയുമാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമതായിട്ട് കേരളത്തിൽ ഈ അസംബന്ധ നാടകം, ഈ അബ്സേർഡ് ഡ്രാമ ആരംഭിക്കുന്നത് ഇപ്പോഴൊന്നുമല്ല, PT ചാക്കോയുടെ കാലത്താണ്. കേരള കോൺഗ്രസ് പോലും കേരളത്തിൽ പിറക്കുന്നതിന് മുമ്പേ കോൺഗ്രസിൻ്റെ ഭാഗമായിട്ടിരുന്ന, കോൺഗ്രസിൻ്റെ ഉന്നതനായിട്ടുള്ള നേതാവായിട്ടിരുന്ന PT ചാക്കോ തൃശ്ശൂരിൽ കൂടി തൻ്റെ പ്രീമിയർ പത്മിനി കാറിൽ പോയപ്പോൾ വഴിയരികിൽ ഒരു കാളവണ്ടിയുമായിട്ട് തട്ടുകയും അപ്പോൾ കാറ് നിർത്തേണ്ടി വരികയും ചെയ്തു. അപ്പോൾ വഴിപോക്കരാരോ, അന്നത്തെ പോലെ TV-യോ സോഷ്യൽ മീഡിയയോ ഒന്നുമില്ലെങ്കിലും പത്രത്തിൽ വന്ന ഫോട്ടോ കണ്ടിട്ട് ഇത് PT ചാക്കോയാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യുകയും നോക്കിയപ്പോൾ PT ചാക്കോയുടെ ഭാര്യ അല്ലാത്ത ഒരാൾ ആ കാറിൽ ഇരിക്കുകയും ചെയ്യുന്നത് കണ്ടു. അത് പത്മ M എന്നോ മറ്റോ പേരുള്ള, എന്നാണ് എൻ്റെ ഓർമ്മ, ആളായിരുന്നു. കോൺഗ്രസിൻ്റെ തന്നെ ഒരു നേതാവായിരുന്നു. അപ്പോൾ എങ്ങോട്ടാണ് പോകുന്നത് അവരുടെ ഉദ്ദേശമെന്ന് മനസ്സിലാക്കിയപ്പോൾ അത് പീച്ചി ഡാമിലുള്ള ഗസ്റ്റ് ഹൗസിലേക്കാണ്. അന്നേ ഉണ്ട് ഈ ഗസ്റ്റ് ഹൗസ് അവിടെ, അങ്ങോട്ടാണെന്ന് മനസ്സിലാക്കി അതിനെക്കുറിച്ച് എട്ടുകാലി മമ്മൂഞ്ഞന്മാർ ഇങ്ങനെ കെട്ടിച്ചമച്ച കഥകൾ ഉണ്ടാക്കുകയും ചെയ്തു. അത് നിയമസഭയിൽ ചർച്ചയായി, വലിയ ചർച്ചയായി. അന്ന് ഈ PT ചാക്കോ രാജി വയ്ക്കണ്ടെന്ന് പറഞ്ഞ ആളാണ് R ശങ്കർ. അതുകൊണ്ട് കോൺഗ്രസിൽ ഒരു വിഭാഗം R ശങ്കറിനെതിരായി.
അങ്ങനെയാണ് ആർ ശങ്കറിന് പിന്നെ രാജിവെക്കേണ്ടി വന്നത്. ഇതൊക്കെയാണ് ചരിത്രം. ആ ഒരു പെണ്ണുമായിട്ടുള്ള പെണ്ണ് കാറിൽ കയറിയത് വലിയ പ്രശ്നമായിട്ട് വരുന്ന പരിപാടി അന്നേ തുടങ്ങിയതാണ്. ഇതെനിക്ക് തോന്നുന്നത്, എനിക്ക് വ്യക്തമായിട്ട് തോന്നുന്നത് ഇതിൻ്റെ പിന്നിലൊരു സോഷ്യൽ അറ്റ്മോസ്ഫിയർ ഉണ്ട്. അതായത് സെക്ഷുവൽ ജലസി. എനിക്കിങ്ങനെയുള്ള സുഖങ്ങളൊന്നും പ്രാപിക്കാൻ കഴിഞ്ഞില്ല, അപ്പം മറ്റവൻ ഇത് പ്രാപിക്കുന്നതിനോടുള്ള വലിയൊരു ജലസി ഉണ്ട്. എനിക്ക് ഇവിടെ ഒന്നും കിട്ടിയിട്ടില്ല, ഇവിടെ ഒന്നും കിട്ടിയില്ല, അവിടെ കിട്ടുന്നു എന്നുള്ളൊരു ജലസി ഭയങ്കരമായിട്ടുണ്ട് നമ്മുടെ സമൂഹത്തിലുണ്ട്. ആ സെക്ഷുവൽ ജലസിയാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട കാരണം. അവരാകുന്നെങ്കിൽ അവരുടെ സ്വകാര്യ കാര്യം, നമ്മൾ എന്തിനു ഇതിൽ ഇടപെടാൻ പോകുന്നു എന്നല്ലേ നമ്മൾ വിചാരിക്കേണ്ടത്. ഇവിടെ സദാചാര പോലീസ് അങ്ങ് ജാഗ്രത പുലർത്തുക. ഇതെങ്ങനെ ആരാണ് ഇതിൻ്റെ പ്രേരണ ചെലുത്തിയത്, പ്രലോഭനം ചെലുത്തിയത്, ആരുടെ പ്രേരണ കൊണ്ടാണ് സംഭവിച്ചതെന്ന് വല്ലതും നമ്മൾ കണ്ടോ? നമ്മൾ അവിടെ വിളക്കം പിടിച്ചുകൊണ്ട് പോയി നിൽക്കുമല്ലായിരുന്നല്ലോ. പിന്നെന്തിനാണ് നമ്മൾ ആവശ്യമില്ലാതെ ചർച്ച ചെയ്യുന്നത്? പരാതിക്കാരുണ്ടെങ്കിൽ അവർ പരാതി കൊടുക്കട്ടെ, രഹസ്യമായിട്ടോ പരസ്യമായിട്ടോ പരാതി കൊടുക്കാൻ സംവിധാനങ്ങളുണ്ട്, അവരെ പരാതി കൊടുക്കട്ടെ, കേസ് ആ വഴിക്ക് പോട്ടെ, അവരുടെ വ്യക്തിപരമായ കേസായിട്ട് പോട്ടെ, അങ്ങനെ വിടുകയല്ലേ. അതിനൊരു ചാനലിൽ കൂടെ ലെറ്റ് ഔട്ട് ചെയ്യുകയല്ലേ വേണ്ടത്. ഈ നിയമസഭയുടെ സമയം അത് കളയാൻ വേണ്ടിയിട്ടുള്ളതാണ്. ഇപ്പോൾ നോക്കൂ, ഒരു റൂമർ ഉണ്ടാക്കിയ, തന്തയില്ലാത്ത ഒരു വാർത്ത ഉണ്ടാക്കിയ പ്രശ്നങ്ങൾ നോക്കൂ. ഷൈൻ ടീച്ചർക്ക് എന്തൊരു അപമാനമാണ്. അവർക്ക് കുട്ടികളുണ്ടാവില്ലേ, ബന്ധുക്കളുണ്ടാവില്ലേ, ഭർത്താവ് ഉണ്ടാവില്ലേ? അതുപോലെ തന്നെ ഉണ്ണികൃഷ്ണൻ MLA, CPM-ൻ്റെ MLA, CPM-നോട് ഒരു യോജിപ്പും ഇല്ലാത്ത ആളാണ്. പക്ഷേ ആ MLA എന്ന് പറയുന്ന വ്യക്തിക്കുണ്ടാകുന്ന മാനഹാനി എന്ന് പറയുന്നത് എത്രമാത്രമാണ്. ഇത് ആ എറണാകുളത്ത് ഈ പ്രവർത്തനടുത്ത് തന്നെയുള്ള ചേന്ദമംഗലൂരാണ് മനോരമ പത്രത്തിൽ തെറ്റായിട്ടൊരു വാർത്ത വന്നതിൻ്റെ ഫലമായിട്ട് 2 പെൺകുട്ടികൾ ഏറെ വർഷങ്ങൾക്ക് മുമ്പ് ആത്മഹത്യ ചെയ്തത്. ജക്കോബി എന്ന് പറയുന്ന ഒരു മാധ്യമപ്രവർത്തകൻ തെറ്റായിട്ട് കൊടുത്ത ഫോട്ടോകളാണ്. അവിടെ കള്ളുഷാപ്പിൽ കയറി 2 പെൺകുട്ടികൾ മദ്യപിച്ചു. അപ്പോൾ നാട്ടുകാർ ഒക്കെ അറിഞ്ഞു. ഇത് മനോരമയ്ക്ക് വാർത്തയാക്കേണ്ട വല്ല കാര്യമുണ്ട്. അവർ കള്ളു കുടിക്കുന്നതും മനോരമയ്ക്ക് എന്തു വേണം അതിന്? നിങ്ങളുടെ വീട്ടിലാരും പെണ്ണ് കുടിക്കത്തില്ലേ? കൊണ്ടത്തിൽ കുടുംബത്തിലാരും കള്ളു കുടിച്ചിട്ടുണ്ടാവില്ലേ? വീഞ്ഞു കുടിച്ചിട്ടുണ്ടാവില്ലേ? അതെടുത്ത് നിങ്ങൾ വാർത്തയാക്കി കൊടുക്കാറുണ്ടോ? ഇത് പാവപ്പെട്ട പെൺകുട്ടികളായി അവിടെ ആണുങ്ങൾ മാത്രമേ എന്താണ് അങ്ങനെ നിയമം വല്ലതും ഉണ്ടോ ഈ രാജ്യത്ത്? കള്ളു ഷാപ്പിൽ ആണുങ്ങൾ മാത്രമേ പോകുന്ന, പെണ്ണുങ്ങൾ പോയാൽ എന്താ കുഴപ്പം? ബെവ്കോയിൽ പെണ്ണുങ്ങൾ വന്ന് വാങ്ങിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ടല്ലോ. ഇനി ചോദിക്കുമ്പോൾ നിങ്ങൾ പോയി നിന്നിട്ടാണോ? അല്ല, വെളിയിൽ നിന്നൊരു കാഴ്ചക്കാരനായിട്ട് ഞാൻ കണ്ടതാണ്. അല്ലാതെ നിങ്ങൾ പോയി ഞാൻ വ്യൂവിൽ നിന്നൊന്നും നിങ്ങൾ വിചാരിച്ചാൽ എനിക്കൊരു കുന്തവുമില്ല, അതെൻ്റെ സ്വകാര്യ കാര്യം. നിങ്ങളെന്തിനാ അതിനെക്കുറിച്ച് ചോദ്യം ചെയ്യാൻ? നിങ്ങൾ ആര്? ദിസ് ഈസ് മൈ പ്രൈവസി. ഇതിനാണല്ലോ പ്രൈവസി എന്ന് പറഞ്ഞ് നമ്മൾ പാവനമായിട്ട് കണക്കാക്കുന്നത്. ഇറ്റ് ഈസ് മൈ പ്രൈവറ്റ് അഫയർ. ഞാൻ വാങ്ങിക്കുന്നു, വാങ്ങിക്കാതിരിക്കുന്നു, കഴിക്കാതിരിക്കുന്നു, അത്രയല്ലേ ഉള്ളൂ. നാട്ടുകാർക്ക് ശല്യം. നാട്ടുകാരെന്തിനാ സദാചാര പോലീസ്? അല്ല, മദ്യപിക്കാൻ നാട്ടുകാർക്ക് ശല്യമാവാതിരുന്നാൽ മതി. ഇത് പരസ്യമല്ലല്ലോ. ആളാണ് ഇപ്പോൾ വാർത്ത ഇത് ശരിയാണെങ്കിൽ തന്നെ വീടിനകത്ത് വെച്ച് നടന്ന കാര്യങ്ങളല്ലേ. ഈ MLA-ക്ക് ഇത് 2 പേരിൽ ആർക്കെങ്കിലും പരാതി ഉണ്ടെങ്കിൽ മാത്രമേ അത് പരാതിയായിട്ട് തീരുന്നുള്ളൂ എന്ന് പറയുന്നവളാണ് രാഹുൽ മാങ്കുട്ട്. ഇന്ന് വരെ ഒരു പരാതി പോലും പോയിട്ടില്ല. അതിൻ്റെ അർത്ഥം 2 പേരും അതിനെ ഇഷ്ടപ്പെടുന്നുണ്ട് എന്നുള്ളതാണ്. എന്നല്ലേ അർത്ഥം? പിന്നെ അയാളെ എന്തിനാ ഈ ആട്ടി പുറത്താക്കുന്നത്? എന്തിനാ? കോൺഗ്രസ്സുകാരനായാലും CPM ആയാലും ശരി, പരസ്പര ഉഭയസമ്മതപ്രകാരമുള്ള ബന്ധപ്പെടൽ ഇന്ത്യൻ ഭരണഘടന, ഇന്ത്യൻ ശിക്ഷാ നിയമം അംഗീകരിക്കുന്നുണ്ട്. അതിന് യാതൊരു തെറ്റും പറയുന്നില്ല. ഭർത്താവിന് പരാതി ഉണ്ടെങ്കിൽ ഭർത്താവിന് പരാതി കൊടുക്കുക, അത് വേറെ കാര്യം. അപ്പോൾ അങ്ങനെയുള്ള പ്രശ്നത്തെ ഇത്രയും വലിയ ഒന്നാക്കിക്കൊണ്ട് നാറ്റിച്ച് കളയാൻ വേണ്ടിയിട്ട് ഇത് ചെയ്തിരിക്കുന്നത് പ്രതിപക്ഷ നേതാവ് അറിയാതെ വരില്ല എന്ന് കോൺഗ്രസ്സുകാരനായ ഒരാളാണ് ഷൈൻ ടീച്ചറോട് പറഞ്ഞത്. എന്തൊരു വൃത്തികെട്ട തരം രാഷ്ട്രീയമാണിത്. എങ്ങോട്ടൊക്കെ ഇപ്പോൾ സെക്ഷൽ പൊളിറ്റിക്സ് ആയിട്ട് മാറുകയാണ് ഇന്ത്യ. എന്താണ് ഇത് മാറുന്നത്? ഇത് സ്വകാര്യ കാര്യങ്ങൾ. ഇപ്പോൾ ഓരോരുത്തരുടെയും ഭക്തി പോലും മതം പോലും അവരുടെ സ്വകാര്യ കാര്യമാണെന്ന് പറയുന്ന കാലത്ത് ഓരോരുത്തരുടെയും ബന്ധപ്പെടൽ എന്ന് പറയുന്നത് അവരുടെ സ്വകാര്യ കാര്യമായിട്ട് കാണാൻ നമുക്കെന്തുകൊണ്ട് ഇപ്പോഴും കഴിയുന്നില്ല? പരാതി ഉണ്ടാകുമ്പോൾ തീർച്ചയായിട്ടും അതിൻ്റെ സ്വഭാവം മാറുന്നു. കാരണം അത് സ്ത്രീ സ്വാതന്ത്ര്യത്തിൻ്റെ പ്രശ്നമാണ്. അവിടെ മാറുന്നു. അനുമതി കൂടാതെ നടന്നിട്ടുണ്ടെങ്കിൽ അത് പീഡനമാണ്. കൊച്ചുകുട്ടികളാണെങ്കിൽ പോക്സോ. അങ്ങനെ ഒരു കേസിൽ പണ്ട് പെട്ടത്, ഇപ്പോഴും അല്ലാതെ പിന്നെ ഐസ്ക്രീം കേസിൽ അങ്ങനെ ഒരു കേസിൽ പെട്ടുപോയ ആളാണ് PK കുഞ്ഞാലിക്കുട്ടി. അതിൽ നിന്ന് ഊരിപ്പോകാൻ വളരെ കഷ്ടപ്പെടേണ്ടി വന്നു. അത് തെറ്റ് തന്നെയാണ്, അതിനൊരു പാവനത്വവും ഇല്ല, അത് നിയമവിരുദ്ധമാണ്. പക്ഷേ ഉഭയസമ്മതപ്രകാരമുള്ള ബന്ധപ്പെടൽ നിയമവിരുദ്ധമല്ല. പിന്നെ എന്തിനാ കിടന്ന് ഈ ബഹളം ഉണ്ടാക്കുന്നത്? എന്തിൻ്റെ പേരിലാണ് ബഹളം നിങ്ങൾക്കുണ്ട്? നിയമപരമായിട്ട് അതിന് ബാധ്യത, ധാർമ്മികമായിട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ എനിക്ക് പറയാനുള്ളത്, നിങ്ങളിൽ പാപം ചെയ്യാത്തവർ ഇവരെ കല്ലെറിയുക. അല്ലെങ്കിൽ പാപം ചെയ്തവരാ മുഴുവൻ പുറത്താക്കണമെന്നുണ്ടെങ്കിൽ വിൻസെൻറ്റിനെ പുറത്താക്കണം, എൽദോസിനെ പുറത്താക്കണം, മുകേഷിനെ പുറത്താക്കണം. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് പറയാം രാഹുൽ മാങ്കൂട്ടത്തിൽ കോൺഗ്രസ്സുകാർക്കും പറയാം, CPM-കാർക്കും പറയാം ഇങ്ങോട്ട് കയറരുതെന്ന് നിയമസഭയിൽ പറയാം. ഇപ്പോൾ റൌഫ് വരെയാണ് അവിടെ നിയമസഭയിൽ പോയിരിക്കുന്നത്. എന്നിട്ട് രാജ്യദ്രോഹിയായ റൌഫിന്
അവിടെ കയറിയിരിക്കാമെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ ജനങ്ങൾ ജയിപ്പിച്ചു വിട്ട രാഹുൽ മാങ്കൂട്ടത്തിന് എന്തുകൊണ്ട് വന്നുകൂടാ? അല്ലെങ്കിൽ നിങ്ങളൊരു ഹിതപരിശോധന നടത്തൂ. രാഹുൽ മാങ്കൂട്ടത്തിൽ നിയമസഭയിൽ പോകണോ വേണ്ടേ? പാലക്കാട്ടെ ജനങ്ങൾ പറഞ്ഞു.